BLOമാരുടെ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി. ദളിത്, പിന്നോക്ക, ദരിദ്ര വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കം നടക്കുന്നു. OBC വോട്ടുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തുമെന്ന് BLOമാരെ ഭീഷണിപ്പെടുത്തുന്നു. സമ്മർദ്ദം താങ്ങാനാകാതെയാണ് BLOമാർ ആത്മഹത്യ ചെയ്യുന്നത്. ജനാധിപത്യത്തിന്റെ കൊലപാതകമെന്നും ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോട്, രാഹുൽ ഗാന്ധി വിട്ടിട്ടില്ല SIRുമായി ബന്ധപ്പെട്ട പോരാട്ടം. ബീഹാറിലെ പരാജയത്തിനു ശേഷം ഇതാദ്യമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി ഇത്ര തുറന്ന് പ്രതികരിക്കുന്നത്. BLOമാരുടെ വിഷയമാണെങ്കിൽ പോലും സ്വന്തമായിട്ട് വോട്ടർ പട്ടികയുണ്ടാക്കുകയാണ് SIRിലൂടെ BJP ചെയ്യുന്നത് എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. വോട്ട് ചോരിയിൽ നിന്ന് പിടിവിടുന്നില്ല അല്ലേ രാഹുൽ? അതിൽ കേൾക്കാമോ? ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനെയുള്ള തുറന്ന പ്രതികരണം ആദ്യമായിട്ടാണ്. BLOമാരുടെ ആത്മഹത്യയാണ് അതിന്റെ പശ്ചാത്തലമെങ്കിലും വോട്ട് ചോരിയിൽ നിന്ന് പിടിവിടുന്നില്ല രാഹുൽ അല്ലേ? ഉറപ്പായും SIRിൽ നിന്നും വോട്ട് ചോരിയിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്നോട്ടില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു പ്രതികരണമാണ് എക്സ് കുറിപ്പിലൂടെ രാഹുൽ പങ്കുവച്ചിരിക്കുന്നത്. ദളിത്, പിന്നാക്ക, ദരിദ്ര വോട്ടുകൾ വെട്ടിമാറ്റാനാണ് SIRിലൂടെ ഉദ്ദേശിക്കുന്നത്. BJP തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, തങ്ങൾക്ക് ജയിക്കാൻ പാകത്തിലുള്ള വോട്ടർ പട്ടിക സൃഷ്ടിക്കുകയാണ്, രൂപപ്പെടുത്തുകയാണ് SIRിലൂടെ ചെയ്യുന്നത് എന്ന ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. പ്രത്യേകിച്ച് OBC വോട്ടുകളൊക്കെ വെട്ടാൻ വേണ്ടി BLOമാരുടെ മേൽ സമ്മർദ്ദവും ഭീഷണിയുമുണ്ട്. ആ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെയാണ് BLOമാർ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതിനിടെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ ബംഗാളിൽ നിന്നും SIRുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. BJP അതിശക്തമായ ഭാഷയിൽ തന്നെ ബംഗാളിലെ SIRുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബംഗാളിലെ BJP നേതാക്കൾ കണ്ടിരുന്നു. വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി കയറിക്കൂടിയ ആളുകളെ നാടുകടത്തണമെന്നും അവരെ ജയിലിൽ അടയ്ക്കാൻ ഇടപെടണം എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗാളിൽ BLOമാർക്കുമേൽ തൃണമൂല് സമ്മർദ്ദം ചെലുത്തി അവർക്കിഷ്ടം പോലെ SIR നടപ്പാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്ന പരാതി കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ബംഗാളിൽ സമരം തുടരുകയാണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ BLOമാരുമായി ബന്ധപ്പെട്ടും SIRുമായി ബന്ധപ്പെട്ടും സമരം നടക്കുന്നത് ബംഗാളിലാണ്. ഈ സമരത്തിൽ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ SIRുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വാർത്തയാകട്ടെ, SIRനെതിരെ RSS അനുകൂല സംഘടന കൂടി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത്. അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘ് എന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഘടന കൂടി ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ഡ്യൂട്ടിക്കിടെ മരിച്ച BLOമാർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം, BLOമാർക്ക് മേൽ ജോലി സമ്മർദ്ദമുണ്ട് എന്നുകൂടി RSS അനുകൂല സംഘടന പറയുകയാണ്. ഏതായാലും BLOമാരുടെ ആത്മഹത്യയും SIRും വലിയ തോതിൽ ചർച്ചയാകുന്നു. കൂടുതൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നു. അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി വോട്ട് ചോരി പരാമർശം ബീഹാർ പരാജയത്തിന് ശേഷവും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. അരുൺ, ഓക്കെ, അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നോട്ടില്ല. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്ത ശീലം രാഹുൽ ഗാന്ധിക്കില്ലല്ലോ. തിരിച്ചടികൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരുമ്പോഴും രാഹുൽ ഗാന്ധി വോട്ടുചോരി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് SIRിലൂടെ BJP ചെയ്യുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്.